പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തൃശൂർ അതിരൂപത നടത്തുന്ന 28ാം മഹാതീർത്ഥാടനം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. AD 52 ക്രിസ്തുശിഷ്യനായ മാർ തോമസ് ശ്ലീഹയാൽ സ്ഥാപിതമായതാണ് പാലയൂർ തീർത്ഥാടന കേന്ദ്രം. 28ാം പാലയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് മാർച്ച് 30 മുതൽ ആരംഭിച്ചത്. മാർച്ച് 30 ഞായറാഴ്ച വൈകിട്ട് 6:30 അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചതോടെയാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായത്. ഏപ്രിൽ 3 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ ബൈബിൾ കൺവെൻഷൻ, ജപമാല, തുടർന്ന് വിശുദ്ധ കുർബാന, വചന സന്ദേശം, ദിവ്യകാരുണ്യ ആരാധന എന്നിവ ഉണ്ടായി. ബൈബിൾ പ്രദർശനവുമുണ്ടായിരുന്നു. ഗാഗുൽത്ത ധ്യാന കേന്ദ്രം ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനക്കുടി നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ കൗൺസിലിംഗ്, രോഗശാന്തി ശുശ്രൂഷ, അനുരഞ്ജനം, കുംഭസാരം എന്നിവയുമുണ്ടായിരുന്നു. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും പീഠാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും പതിനായിരങ്ങളാണ് ഞായറാഴ്ച നടക്കുന്ന മഹാതീർത്ഥാടനത്തിൽ എത്തിച്ചേരുക. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുലർച്ചെ മുതൽ തന്നെ പദയാത്രികർ പാലയൂരിലേക്ക് എത്തും. മുഖ്യപദയാത്ര തൃശൂർ അതിരൂപത ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറി ആരംഭിക്കും. തുടർന്ന് അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് പുറപ്പെടും. പദയാത്രകളിലെത്തുന്ന 30,000-ഓളം വിശ്വാസികൾക്ക് നേർച്ച ഭക്ഷണം പാലയൂരിൽ ഒരുക്കും. തുടർച്ചയായി കുർബാനയുമുണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ദിവ്യബലിക്കു ശേഷം 3 മണിക്ക് അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും ഒന്നിച്ച് അണിചേർന്നുകൊണ്ട് വികാരി ജനറാളച്ചന്മാരുടെ നേതൃത്വത്തിൽ പാലയൂരിൽ മുഖ്യപദയാത്ര എത്തിച്ചേരും. തുടർന്ന് 4 മണിക്ക് പള്ളിയങ്കണത്തിൽ വെച്ചു ചേരുന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത മെത്രോപൊലീത്തയുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. ഫ്രാൻസിൽ നിന്നുമെത്തുന്ന മോൺസിഞ്ഞൂർ പാസ്കൽ ഗോൾനീഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വിശ്വാസപ്രതിജ്ഞ ഏറ്റുചൊല്ലിയതിനുശേഷം നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ പരിപാടികൾ സമാപിക്കും.